ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. താലൂക്ക് സഭയിൽ നിരന്തരം ഉന്നയിക്കുന്ന പ്രധാന പരാതികളിലൊന്നാണ് ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ സമീപത്തെ ഹോമിയോ ആശുപത്രിക്ക് മുൻവശത്തുള്ള മലിനജലം ഒഴുകിപ്പോകുന്ന ഓടയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഒഴുകിപ്പോകുന്ന ഓടയ്ക്ക് ഈ ഭാഗത്ത് മൂടിയില്ല. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും അടക്കമുള്ള മാലിന്യജലങ്ങളാണ് ഇതുവഴി ഒഴുകി വരുന്നത്. നിലവിൽ ഈ ഭാഗത്ത് വലിയ ദുർഗന്ധമാണ് വഹിക്കുന്നത്. ഈ ആശുപത്രിയിൽ എത്തുന്നവർക്കും സമീപത്തെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും അടക്കം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിഷയമാണ് താലൂക്ക് സഭയിൽ എത്തിയത്. താലൂക്ക് സഭ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിനോട് വിശദീകരണം തേടി. ഈ ഓട പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലായതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ പൊതുമരാമത്ത് വകുപ്പിന് ചെയ്യുവാൻ കഴിയൂ. ഇതിനാൽ പൊതുമരാമത്ത് വകുപ്പിനെ വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പഞ്ചായത്തിലെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ നിയമപരമായി അധികാരമില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ സഹായത്തോടെ മാത്രമേ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ എന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ സംസ്ഥാന പാതയോട് ചേർന്നുള്ള PWD ഓടയിൽ നിന്നും വളരെയധികം മാലിന്യം ദുർഗന്ധം വന്നിട്ടുന്നതായിട്ട് പൊതുജനങ്ങൾക്ക് പരാതികളുണ്ട്. ഈ പരാതി താലൂക്ക് അദാലത്തിൽ സ്ഥിരം പരാതിയായി ഉന്നയിക്കപ്പെടുകയും അതിന്മേൽ പഞ്ചായത്തിന് അദാലത്ത് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. എന്നാൽ PWDയുടെ ഓട തുറന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ PWD അറിയിച്ചിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും തുക അവർക്കത് തുറന്ന് പരിശോധിക്കുവാനായിട്ട് അല്ലെങ്കിൽ പൊളിക്കുന്നതിനുള്ള തുക ഇല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തതെന്നാണ്. പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ വിഷയം ഉന്നയിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് നിയമപരമായിട്ട് നമുക്കത് ഇവിടെ പരിശോധിക്കുന്നതിന് സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും പഞ്ചായത്തിൻ്റെ നടപടികളുടെ ഭാഗമായി ഈ ഓടയോട് ചേർന്നുള്ള സ്ഥാപനങ്ങളിലെ എല്ലാ ഉടമകളെയും പഞ്ചായത്തിലേക്ക് വിളിച്ച് അവരെ ഹിയറിംഗ് നടത്തിയുണ്ട്. എന്നാൽ നാളിതുവരെ ആരും തന്നെ ഈ ഓടയിലേക്ക് വേസ്റ്റുകൾ ഓടയിലേക്ക് തള്ളുന്നതായി സമ്മതിച്ചിട്ടില്ല. എന്നാലും ഇത് തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ വിവരം നമ്മൾ താലൂക്ക് വികസന സമിതിയിൽ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. തുടർന്ന് PWD സഹകരണത്തോടുകൂടി മാത്രമേ നമുക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കൂ. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ.